ഹലോ ഫ്രണ്ട്സ്, ഫാറ്റ് ടിവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ബ്രെഡ് എന്നത് ലോകത്തിലെ മിക്ക ആളുകളും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന പ്രധാനപ്പെട്ട ആഹാര പദാർത്ഥങ്ങളിൽ ഒന്നാണ്. കറികൾക്കൊപ്പമോ ജാമിനൊപ്പമോ ബട്ടറിനൊപ്പമോ ഒക്കെ സ്വാദോടെ ബ്രെഡ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവർ വിരളമായിരിക്കും അല്ലേ? എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ബ്രെഡ് എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫാക്ടറിയിൽ ബ്രെഡ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഫാറ്റ് ടി വി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? പ്രധാനമായിട്ടും 5 ചേരുവകളാണ് ബ്രെഡ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. മൈദ മാവ്, വെള്ളം, ഈസ്റ്റ്, ഉപ്പ്, പഞ്ചസാര എന്നിവയാണ് അവ. ചില പ്രത്യേകതരം ബ്രെഡുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി മുട്ടയും പാലും ഒക്കെ ചേരുവകളായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇനി ഫാക്ടറിയിൽ ബ്രെഡ് എങ്ങനെയാണ് ഈ ചേരുവകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ബ്രെഡ് നിർമ്മിക്കാനുള്ള ചേരുവകളെല്ലാം ഒരു മിക്സിംഗ് മെഷീനിൽ ഒരുമിച്ച് നിക്ഷേപിച്ച ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം ഉപയോഗിച്ച് ബ്രെഡ് ഉണ്ടാക്കാനുള്ള പരുവത്തിൽ കുഴച്ചെടുക്കുന്നതാണ് ആദ്യം ചെയ്യുന്നത്. നന്നായിട്ട് കുഴച്ചെടുത്ത മാവ് അടുത്ത ഘട്ടത്തിൽ പൊങ്ങി വരുന്നതിന് വേണ്ടി ഇതേപോലെയുള്ള വലിയ ചതുരപ്പെട്ടിയിൽ 2 മുതൽ 3 മണിക്കൂർ വരെ സൂക്ഷിക്കുന്നു. ഈസ്റ്റ് ഉപയോഗിക്കുന്നത് മൂലമാണ് ബ്രെഡിനുള്ള മാവ് ഇത്തരത്തിൽ പൊങ്ങി വരുന്നത്. പൊങ്ങി വന്ന മാവ് വീണ്ടും ഒരു മെഷീന്റെ സഹായത്തോടെ നന്നായിട്ട് കുഴച്ചെടുത്ത ശേഷം അടുത്ത ഘട്ടത്തിനായിട്ട് തയ്യാറാക്കുന്നു. കുഴച്ചെടുത്ത ബ്രെഡിനുള്ള മാവിനെ ഈ ഘട്ടത്തിൽ ബാറ്റർ എന്നാണ് പറയുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുത്ത മാവ് അഥവാ ബാറ്റർ ഒരു വലിയ ട്രേയിലേക്ക് സംഭരിക്കുന്നു. അതിനുശേഷം ഒരു ബാറ്റർ സ്ലൈസിംഗ് മെഷീനിലേക്ക് നിക്ഷേപിക്കുന്നു. ഈ മെഷീന് ഒരു ബ്രെഡ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അളവിൽ ബാറ്റർ കൃത്യമായ അളവിൽ മുറിക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. മുറിച്ചെടുത്ത ബാറ്റർ കഷ്ണങ്ങൾക്ക് ഒരു റോളറിലൂടെ മുന്നോട്ട് നീങ്ങാൻ ഗോളാകൃതി കൈവരുന്നു. ഇങ്ങനെ ഗോളാകൃതിയിലേക്ക് മാറ്റപ്പെടുന്ന ബാറ്റർ കഷ്ണങ്ങൾക്ക് മുകളിൽ മാവ് വിതറുന്നു. റോളറിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ബാറ്ററിയിൽ അധികമായിട്ട് പറ്റിപ്പിടിച്ച മാവിന്റെ പൊടി പ്രത്യേകതരം വൈപ്പറുകൾ ഗോളാകൃതിയിലുള്ള മാവിന് മുകളിൽ നിന്നും നീക്കം ചെയ്യുന്നു. അടുത്ത ഘട്ടത്തിൽ ഗോളാകൃതിയിലുള്ള മാവിനെ ഒരു മെഷീൻ പരത്തിയെടുക്കുന്നു. പരത്തിയെടുത്ത ആകൃതിയിൽ എത്തുന്ന മാവ് പിന്നീട് എത്തുന്നത് ഒരു റോളിംഗ് മെഷീനിലാണ്. ഈ ഘട്ടത്തിൽ പരത്തിയ മാവ് റോൾ രൂപത്തിലേക്ക് മാറ്റപ്പെടുന്നു. ഇങ്ങനെ റോളാക്കിയെടുക്കുന്ന മാവിനെ പിന്നീട് ബ്രെഡ് നിർമ്മിക്കാനുള്ള മോൾഡിലേക്ക് കൃത്യമായിട്ട് നിക്ഷേപിക്കുന്നു. ഫാക്ടറിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ബ്രെഡിന്റെ വലുപ്പത്തിനനുസരിച്ച് മോൾഡുകളാണ് സാധാരണ ഉപയോഗിക്കുന്നത്. പല ആകൃതിയിലും വലുപ്പത്തിലുള്ള ബ്രെഡുകളൊക്കെ നാം കണ്ടിട്ടുണ്ടാകുമല്ലോ. അവയൊക്കെ നിർമ്മിക്കാൻ ബാറ്റർ കൃത്യമായ അളവിൽ മുറിച്ചെടുക്കാനുള്ള മെഷീനുകളും മോൾഡുകളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. റോളുകളാക്കി ബ്രെഡിന്റെ മോൾഡിൽ നിക്ഷേപിച്ച മാവ് അധികം വൈകാതെ തന്നെ ഉയർന്നു പൊങ്ങി മോൾഡിൽ നിറയുന്നു. മോൾഡിൽ നിക്ഷേപിച്ച മാവിന്റെ റോളുകൾ പൊങ്ങി മോൾഡ് നിറയാതെ ബ്രെഡിന്റെ മോൾഡിനെ അടുത്ത ഘട്ടത്തിലേക്ക് അയക്കുകയില്ല. മോൾഡിനുള്ളിൽ മാവ് നന്നായിട്ട് പൊങ്ങിയ ശേഷം ബ്രെഡ് ബേക്ക് ചെയ്യുന്നതിനായിട്ട് ഓവനിൽ വെക്കുന്നു. 200 മുതൽ 260 ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ 300 മുതൽ 40 മിനിറ്റ് വരെയാണ് ബ്രെഡ് ഓവനിൽ ബേക്ക് ചെയ്യുന്നത്. ബേക്ക് ചെയ്തതിന് ശേഷം ഓവനിൽ നിന്ന് പുറത്തു വരുന്ന മോൾഡുകളിൽ നിന്ന് ബ്രെഡ് ഒരു പ്രത്യേകതരം മെഷീന്റെ സഹായത്തോടെ ശേഖരിക്കുകയും ഒരു വലിയ കൺവെയർ ബെൽറ്റിലൂടെ ബ്രെഡ് തണുക്കുന്നത് വരെ മുന്നോട്ട് നീക്കുകയും ചെയ്യും. ഇങ്ങനെ കൺവെയർ ബെൽറ്റിലൂടെ മുന്നിലേക്ക് നീങ്ങി തണുക്കുന്ന ബ്രെഡ് പിന്നീട് എത്തിച്ചേരുന്നത് ഒരു സ്ലൈസിംഗ് മെഷീനിലാണ്. സ്ലൈസിംഗ് മെഷീൻ ഒറ്റ പീസായി എത്തുന്ന ബ്രെഡിനെ കൃത്യമായ അളവിൽ സ്ലൈസ് ചെയ്തെടുക്കുന്നു. ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുന്ന ബ്രെഡ് അടുത്ത ഘട്ടത്തിലെ ഓട്ടോമാറ്റിക് പാക്കിംഗ് മെഷീന്റെ സഹായത്തോടെ പാക്കറ്റിൽ നിറയ്ക്കുന്നതോടെ ബ്രെഡ് നമ്മുടെ കൈകളിൽ എത്തുവാൻ തയ്യാറാകുകയാണ്. പൂർണ്ണമായിട്ടും ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ ബ്രെഡ് നിർമ്മിക്കുന്നത് നാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ചെറുകിട ഫാക്ടറിയിൽ ബ്രെഡ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് കൂടി കാണാമല്ലേ? ബ്രെഡ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മൈദ മാവ്, ഈസ്റ്റ്, ഉപ്പ്, മുട്ട എന്നിവ ഒരു മിക്സറിൽ നിക്ഷേപിച്ചതിന് ശേഷം ആദ്യം നന്നായിട്ട് ചേരുവകൾ മിക്സ് ചെയ്യുന്നു. ചേരുവകൾ നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാൻ ആരംഭിക്കുന്നു.
ഏകദേശം 20 മിനിറ്റോളം നേരമാണ് 30 കിലോഗ്രാം മാവ് ഉപയോഗിച്ചുള്ള ബ്രെഡ് നിർമ്മാണത്തിനുള്ള മാവ് കുഴയ്ക്കൽ പ്രോസസ്സ് തുടരുന്നത്. ആദ്യമൊക്കെ മാവ് കുഴയ്ക്കുക എന്ന ജോലിയും മനുഷ്യപ്രയത്നം കൊണ്ട് തന്നെയാണ് പൂർത്തിയാക്കിയിരുന്നത്. എന്നാൽ ഇന്ന് അതിന് സഹായിക്കുന്ന മിക്സറുകളാണ് പൊതുവായിട്ട് ഉപയോഗിക്കുന്നത്. കുഴച്ച മാവ് ബ്രെഡ് നിർമ്മിക്കാനുള്ള പരുവത്തിലെത്തിയോ എന്നറിയാനായിട്ട് മാവ് കയ്യിലെടുത്ത് വലിച്ച് നന്നായിട്ട് ഒരു പാട പോലെ വലിഞ്ഞു വരുന്നുണ്ടോ എന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. കുഴച്ച മാവ് ആ പരുവത്തിലെത്തിയ ശേഷം മിക്സറിൽ നിന്ന് എടുക്കുന്നു. അതിനുശേഷം കുഴച്ച മാവ് ബ്രെഡിന് ആവശ്യമായിട്ടുള്ള അളവിൽ മുറിച്ച് ത്രാസ് ഉപയോഗിച്ച് ഭാരം അളന്ന് തൂക്കി മാറ്റി വെക്കുന്നു. അളന്ന് തൂക്കി മാറ്റി വെച്ച മാവ് ഒരു ജോലിക്കാരൻ കൈകൊണ്ട് ഇടിച്ച് കുഴച്ച് ഒടുവിൽ ഒരു റോൾ പരുവത്തിലാക്കി ബ്രെഡ് നിർമ്മിക്കാനുള്ള മോൾഡിലേക്ക് നിക്ഷേപിക്കുന്നു. ഇങ്ങനെ മോൾഡിലേക്ക് നിക്ഷേപിക്കുന്ന മാവ് ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം പൊങ്ങി വന്ന് മോൾഡിൽ പൂർണ്ണമായിട്ട് നിറയും. അതിനുശേഷമാണ് ബ്രെഡ് ബേക്കിംഗ് പ്രോസസ്സിലേക്ക് കിടക്കുന്നത്. ഇവിടെ ബ്രെഡ് ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് പരമ്പരാഗത ശൈലിയിലുള്ള ബോർമയാണ്. ബോർമ ചൂടാക്കാൻ ഉപയോഗിക്കുന്നത് ചിരട്ടയാണ്. ബോർമയ്ക്കുള്ളിൽ ചിരട്ട കത്തിച്ച് കനലാക്കിയതിനു ശേഷം ആ കനൽ ബോർമയ്ക്കുള്ളിൽ നന്നായിട്ട് നിരത്തിയ ശേഷം അതിനുള്ളിലേക്ക് ബ്രെഡിന്റെ മോൾഡുകൾ കടത്തിവെക്കുന്നു. ഏകദേശം 20 മിനിറ്റാണ് ഇത്തരത്തിൽ ബോർമയിൽ ബ്രെഡ് ബേക്ക് ചെയ്യുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. 20 മിനിറ്റിന് ശേഷം ബോർമയിൽ നിന്ന് ബ്രെഡ് മോൾഡുകൾ പുറത്തെടുത്ത ശേഷം അവ നന്നായിട്ട് തണുക്കാനായിട്ട് അനുവദിക്കും. തണുത്തതിന് ശേഷം മോൾഡിൽ നിന്നും പുറത്തെടുക്കുന്ന ബ്രെഡ് സ്ലൈസ് ചെയ്തോ അല്ലാതെയോ പാക്ക് ചെയ്ത് ആളുകളുടെ കൈകളിലെത്തിക്കാനായിട്ട് തയ്യാറാക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നുവെന്ന് വിശ്വസിക്കുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ ഫാക്ടറി മേക്കിംഗ് വീഡിയോസ്.